നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഒരു വൈദ്യുതി ഉപകരണത്തിൽ അതിന് താങ്ങാൻ കഴിയാത്തതിനും അപ്പുറമുള്ള വൈദ്യുതി കടത്തിവിട്ടാൽ അത് നശിച്ചു പോകുന്നു. അതുപോലെ ആവശ്യത്തിനധികമുള്ള നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തെ തന്നെ തകർത്തു കളയും. നിറയെ കാഴ്ച കിടക്കുന്ന ഒരു മാവിൻ്റെ കൊമ്പ് ഭാരം താങ്ങാൻ കഴിയാതെ ഒടിഞ്ഞു വീഴുന്നത് പോലെയാകും അത്. അതിനാൽ ആവശ്യമുള്ളതും അർഹമായതും മാത്രം ആഗ്രഹിക്കുക. അതിനപ്പുറമുള്ളത് ചിലപ്പോൾ നമുക്ക് നല്ല ഫലം നൽകിയെന്ന് വരില്ല. ഏകാന്തതയും പ്രകൃതി ഒരുക്കുന്ന ശാന്തസുന്ദരമായ പശ്ചാത്തലവും ചിലപ്പോൾ ഒരു ആരാധനാലയത്തേക്കാൾ ശാന്തിയും സമാധാനവും നമുക്ക് പ്രദാനം ചെയ്യും. പഴയകാല ഋഷിമാർ മലമുകളിലും വനമധ്യത്തിലും മറ്റും തപസ് അനുഷ്ഠിച്ചിരുന്നത് അതുകൊണ്ടാണ്. അവർ പ്രകൃതിയെ തന്നെ ആരാധനാലയമാക്കി കണക്കാക്കിയിരുന്നു. എത്ര വിശാലമായ ദർശനം! ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകം നിരവധി വൈവിധ്യങ്ങളാൽ സമ്പന്നമാണല്ലോ. ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ദാഹമകറ്റുവാൻ വേണ്ടി പ്രകൃതി ജലസൗഭാഗ്യമരുളുമ്പോൾ ഈ ദേശത്തിൻ്റെ ധർമ്മനാഥനായി ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ചൈതന്യം ധർമ്മശാസ്താവാണ്. പന്തളനൃപനുടെ വാത്സല്യ പ്രഭ കൊണ്ടൊരു കനകാഭരണം മകരസംക്രമ അതിപുരാതനമായ ശാസ്താംകോട്ട ക്ഷേത്രം അയ്യപ്പ ഭക്തന്മാരുടെ ഇടത്താവളം കൂടിയാണ്. ഒരിക്കൽ നിബിഡമായ വനപ്രദേശമായിരുന്നു ഇവിടം. ധാരാളം സന്യാസിമാർ തപസ് അനുഷ്ഠിക്കുവാനും യാഗകർമ്മങ്ങൾ ചെയ്യുവാനും ഈ വനം ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്വാമി പൊഴിയും പൂർണ്ണ ചന്ദ്രിക ചാലേ. ത്രേതായുഗ കാലഘട്ടത്തിൽ ശ്രീരാമ ഭഗവാനും ഈ പ്രദേശത്ത് എത്തിച്ചേരുകയും കൈലാസത്തിലെ മാനസ സരസ് പോലെ ശുദ്ധമായ ശാസ്താംകോട്ട തടാകത്തിൽ അദ്ദേഹം പിതൃതർപ്പണം നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് രാജഭരണ കാലഘട്ടത്തിൽ പന്തള രാജാക്കന്മാരുടെയും കായംകുളം രാജാക്കന്മാരുടെയും തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും മാറി മാറിയുള്ള ഭരണപ്രദേശം കൂടിയായിരുന്നു ശാസ്താംകോട്ട. അങ്ങനെ ചരിത്ര കഥകളും വിശ്വാസ കഥകളും കൂടിച്ചേർന്ന ശാസ്താംകോട്ട നിത്യവും ശുദ്ധവുമായ ശാസ്താവിനാൽ ശ്രീധർമ്മ ശാസ്താവും അയ്യപ്പസ്വാമിയും ഒരാൾ തന്നെയാണെന്നാണ് പരക്കെയുള്ള വിശ്വാസം. എന്നാൽ ഒരേ ഈശ്വരാംശത്തിൽ കുടികൊള്ളുന്ന രണ്ട് ഭിന്ന തേജസ്സുകളാണ് അവർ. ശ്രീധർമ്മ ശാസ്താവിന്റെ ജനനത്തെക്കുറിച്ച് പല കഥകളും വായ്മൊഴികളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയിൽ ഏറ്റവും പ്രധാനം ഹരിഹരാത്മജൻ എന്നുള്ളതാണ്. ബ്രഹ്മാവ് കൊടുത്ത വരത്തിന്റെ ബലത്തിൽ മഹിഷി നിഗ്രഹം ഹരിഹരപുത്രന് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നതിനാൽ ആ സംഗമത്തിലൂടെ പിറന്ന പുത്രനാണ് ധർമ്മശാസ്താവ് എന്നാണ് ഇതിഹാസം പറയുന്നത്. ഭഗവാന്റെ തിരുകഥകൾ പാടി വ്രതം നോറ്റ് വിശുദ്ധമായ ശരീരവും മനസ്സുമായി മല കയറി ഭഗവാനെ കണ്ട് പുണ്യം നേടുന്ന മണ്ഡലകാല മഹോത്സവങ്ങൾ ഇന്ന് ലോകം മുഴുവനുമുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് മോക്ഷമാർഗമായി തീരുകയും ചെയ്യുന്നു. പ്രപഞ്ചം മുഴുവൻ ശരണം വിളികളേറ്റ് പാടി പമ്പയിൽ ലയിച്ചു ചേരുമ്പോൾ പൊന്നമ്പലമേടും പരിസരവും ഭഗവാന്റെ ദിവ്യതയാൽ പൊൻപ്രഭ തൂകി നിൽക്കുന്നു. യുഗങ്ങൾക്ക് മുമ്പേ പ്രതിഷ്ഠിക്കപ്പെട്ട ധർമ്മശാസ്താവിന്റെ ക്ഷേത്രങ്ങളും പന്തള രാജാവിന്റെ ചരിത്രത്തിൽ കലിയുഗ വരദനായി ഉദയം ചെയ്ത അയ്യപ്പനും ശാസ്താവും ഒന്നു തന്നെയായ ശിവസ്വരൂപം തന്നെയാണെന്ന്
നാം തിരിച്ചറിയുമ്പോഴാണ് ത്രേതായുഗകാലത്ത് ശാസ്താംകോട്ടയിലെ ധർമ്മശാസ്താവിന്റെ ദർശനം തേടിയെത്തിയ ശ്രീരാമദേവന്റെ കഥയ്ക്കും ശാസ്താംകോട്ട ക്ഷേത്രത്തിന്റെ യുഗങ്ങൾക്കുമപ്പുറമുള്ള രൂപപ്പെടലിന്റെയും ചരിത്ര പ്രാധാന്യം നാം മനസ്സിലാക്കുന്നത്. നീലനഭസ്സിൽ കളഭം വഴിയും ശ്രീല പൗർണമി പോലെ പുണ്യമനസ്സിൽ ശാസ്താംകോട്ട ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത, പുരാതന കാലം മുതലേ ഇവിടുത്തെ അന്തേവാസികളെ തുടരുന്നത് വാനരന്മാരാണ്. മണികണ്ഠനു തിരുവാഭരണം പന്തള നൃപൻ. ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് വാനരന്മാരുടെ ഇവിടുത്തെ ആധിപത്യവും കുസൃതികളുമൊക്കെ കൗതുകം നിറഞ്ഞതാണെങ്കിലും ഇതിന് പിന്നിൽ നിലനിൽക്കുന്ന ഒരു കഥയുണ്ട്. ത്രേതായുഗത്തിൽ രാമരാവണ യുദ്ധം കഴിഞ്ഞ് ശ്രീരാമദേവൻ അദ്ദേഹത്തിന്റെ വാനരസേനയുമായി ഇവിടം സന്ദർശിച്ചു. തിരികെ പോകവേ ഇവിടെ കുടികൊള്ളുന്ന ധർമ്മശാസ്താവിന് ഒരു കൂട്ടം വാനരസേനയെ സമർപ്പിക്കുകയും ചെയ്തുവെന്നതാണ് കഥ. ഈ ക്ഷേത്രവും ചുറ്റുപാടുകളും വിട്ട് ഈ വാനരന്മാർ മറ്റെങ്ങും പോകാറില്ല എന്നതാണ് സത്യം. സുരവരവന്ദിതം ശബരീശം. നിത്യവും വാനരന്മാർക്ക് ഭക്ഷണം നൽകുവാനായി ഒരു വാനര ഭോജനശാല തന്നെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പാലകം ശബരീശം. മിക്കപ്പോഴും ഭക്തജനങ്ങൾ വാനരന്മാർക്ക് ഭക്ഷണം നേർച്ചയായി സമർപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉത്രാട ദിനത്തിലും തിരുവോണ ദിനത്തിലും മറ്റു വിശേഷ ദിവസങ്ങളിലും വാനരന്മാർക്ക് ഇവിടെ വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി കൊടുക്കാറുണ്ട്. മികച്ച കൂട്ടായ്മയിൽ നേതൃത്വ നിരയിൽ മുതിർന്ന വാനര നേതാവിന്റെ നിയന്ത്രണത്തിലാണ് വാനരന്മാർ അവരുടെ തലമുറയെ കാലാകാലങ്ങളായി മുന്നോട്ട് നയിക്കുന്നത്. ശാസ്താംകോട്ട ശാസ്താവ് പ്രഭാസത്യക സമ്മേതനായിട്ടാണ് അവതീർണപ്പെട്ടിട്ടുള്ളത്. ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയത് കായംകുളം രാജാവാണെന്ന് ചില രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. പണ്ട് പന്തളത്ത് രാജാക്കന്മാർ ശബരിമല ദർശനം മുടക്കിയിരുന്നില്ല. ഒരിക്കൽ കായംകുളം രാജാവിന് അയ്യപ്പ ഭഗവാന്റെ സ്വപ്ന ദർശനമുണ്ടായി. കായംകുളം രാജാവ് നടത്തിവരുന്ന ആയുധാഭ്യാസങ്ങളിൽ പങ്കെടുക്കാൻ ഭഗവാൻ എത്തുമെന്നുള്ളതായിരുന്നു ഭഗവാന്റെ അറിയിപ്പ്. ഒരു ദിവസം ദിവ്യ തേജസ്സുള്ള ഒരു യുവാവ് അവിടെ എത്തുകയും ആകാശത്തേക്ക് ഒരു ശരം തൊടുത്തുവിടുകയും ചെയ്തു. ആ അമ്പിന്റെ ലക്ഷ്യസ്ഥാനം അന്വേഷിച്ചു പോകുന്ന കായംകുളം രാജാവ് ശാസ്താംകോട്ടയിലെത്തുകയും ധർമ്മശാസ്താവിന്റെ സ്വയംഭൂവായ വിഗ്രഹം കാണുകയും അവിടെ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു. ഇവിടെ കായംകുളം രാജാവ് അയ്യപ്പന്റെ പാദസ്പർശമേറ്റ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. ഈ സ്ഥലം ഇപ്പോഴും ഭഗവാന്റെ തൃപ്പാദമായി പൂജിച്ചു പോരുന്നു. ഭഗവാൻ ധർമ്മശാസ്താവ് സ്വയംഭൂവാണ്. ശ്രീകോവിലിനു ചുറ്റുമായി കല്ലിൽ കൊത്തിവെച്ച ശില്പങ്ങളുണ്ട്. മണ്ഡപത്തിൽ രാമായണ കഥയുടെ ചിത്രീകരണം കാണാം. ഉപദേവന്മാർ ഗണപതി, ശിവൻ, നാഗയക്ഷി, നാഗരാജാവ്, യക്ഷി, യോഗീശ്വരൻ, രക്ഷസ്, മാടൻ എന്നിവരാണ്. അടയാണ് ഇവിടുത്തെ വിശിഷ്ട വഴിപാട്. ശനിദോഷമകറ്റാൻ നീരാഞ്ജനം വഴിപാടുമുണ്ട്. കായലിലെ മത്സ്യങ്ങൾക്ക് മീനൂട്ട് നടത്തിയാൽ ഗ്രഹങ്ങളിൽ ഉറുമ്പ്, ചിതൽ, പഴുതാര തുടങ്ങിയ ജീവികളുടെ ശല്യമുണ്ടാകില്ലെന്നും ചില അനുഭവസ്ഥർ വെളിപ്പെടുത്തുന്നു. യുഗങ്ങൾക്ക് മുമ്പ് മുനിമാർ തപസ്സിരുന്ന ഇടം കൂടിയാണ് ഈ വനപ്രദേശം എന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ ശ്രീരാമന്റെ പരമ്പരയായ സൂര്യവംശത്തിലെ ഒരു മുനി തപസ് ചെയ്ത സ്ഥലവും നിത്യവും വിളക്ക് വെച്ച് പൂജിക്കുന്നു. ക്ഷേത്രത്തിന് കിഴക്ക് വശത്തായി പള്ളിവേട്ട ആൾത്തറ സ്ഥിതി ചെയ്യുന്നു. ഇവിടെയും നിത്യവും വിളക്ക് കൊളുത്തി പൂജ നടത്തുന്നു. ഇവിടെ
എല്ലാ വർഷവും പള്ളിവേട്ട സമയത്ത് സാംഭവ സമുദായത്തിലെ ജനങ്ങൾ പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിവരുന്നു. ശാസ്താംകോട്ട ശാസ്താവ് സ്വയംഭൂവാണെന്ന് കരുതപ്പെടുന്നു. സാള ഗ്രാമത്തിലുള്ള ഈ പ്രതിഷ്ഠയെ സാംഭവ സമുദായത്തിലുള്ള ജനങ്ങളാണ് ആദ്യം കണ്ടെത്തുന്നതും. അതുകൊണ്ട് തന്നെ ക്ഷേത്രോത്സവങ്ങളിൽ ഈ ജനതയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. ഈ മണ്ഡലകാലം കോടാനുകോടി ഭക്തജനങ്ങൾ പൊന്നമ്പലമേട്ടിൽ അയ്യപ്പ ഭഗവാനെ കണ്ട് പുണ്യം നേടുമ്പോൾ ഇവിടെ ശാസ്താംകോട്ട ക്ഷേത്രവും അന്തിമയങ്ങുമ്പോൾ പമ്പാ തീരത്തെ പൊന്നമ്പലമേടാകുന്നു. ഇനി ഭക്തമാനസങ്ങളിൽ ഹരിവരാസനം നിറയുകയായി. നായകനേ വരമരുളൂ വിഘ്നവിനാശകനേ, ശബരിഗിരിയുടെ താഴ്വരയിൽ ശുഭപമ്പാ നദി തൻ തിരുക്കരയിൽ. കഴിഞ്ഞ കാലങ്ങളിൽ നാം നിരവധി കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടാകാം. നിരവധി പേർ നമ്മെ ദ്രോഹിച്ചിട്ടുണ്ടാകാം. അത്തരം അനുഭവങ്ങളെ ഓർത്ത് പകയോ ദുഃഖമോ മനസ്സിൽ സൂക്ഷിക്കരുത്. കാരണം ആ അനുഭവങ്ങളാണ് ഇന്നത്തെ നിലയിൽ നിങ്ങളെ എത്തിക്കാൻ സഹായിച്ചത്. എന്തിലും നന്മ മാത്രം കാണാൻ കഴിയട്ടെ എന്ന ആശംസയുമായി ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.